സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോമിക് പാൻഡേസ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീട്ടിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ മാർവലിൻ്റെ സൈഡിൽ നിന്ന് പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള നമ്മുടെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന സിനിമയുടെ ഒരു എൻഡിങ്, അതുപോലെ തന്നെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ, അതുപോലെ എക്സ്പ്ലനേഷൻ തന്നെയാണ്. അപ്പോൾ വീട്ടിലോട്ട് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്തേക്കുക. അതുപോലെ തന്നെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ മൂവി കണ്ടവർ മാത്രം തന്നെ ഈ ഒരു വീഡിയോ തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. കാരണം ഒട്ടനവധി സ്പോയിലേഴ്സിനെ പറ്റിയിട്ടായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്പോയിലർ അലേർട്ട് കൂടെ തരികയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മൂവിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കൊടുക്കായിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അവഞ്ചേഴ്സ് ഡൂംസ് ഡേ ഇറങ്ങുന്നതിന് മുന്നേ ആയിട്ടുള്ള ഒരു മേജർ മൂവി തന്നെയാണ്. അതായത് ഇപ്പം ബ്രാൻഡ് ന്യൂ ഡേ കഴിഞ്ഞാൽ ഇനി അടുത്ത MCUവിൻ്റെ പടമായിട്ട് വരാൻ പോകുന്നത് ഡൂംസ് ഡേ തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്ക് വേറെ പടങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം എന്തെങ്കിലും ഡൂംസ് ഡേയിലേക്ക് ഒരു ലീഡ് തരുന്ന രീതിയിലോ, അഥവാ നമ്മുടെ ഡോക്ടർ ഡൂമിൻ്റെ എന്തെങ്കിലും ഒരു സീക്വൻസോ കാര്യങ്ങളോ തന്നെ അവർക്ക് ഇൻക്ലൂഡ് ആക്കാമായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ഒരു എൻ ക്രെഡിറ്റ്സും കാര്യങ്ങളും എല്ലാം റോൾ ചെയ്ത് പോകുന്നത് വരെ, അഥവാ തീരുന്നത് വരെ തന്നെ ആൾക്കാരെല്ലാവരും നല്ല രീതിക്ക് അത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്ന് കഷ്ടപ്പെട്ട ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കണ്ടിട്ടും കൂടെ പോകാമെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു തിരിച്ചടിയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ തന്നെ നമ്മുടെ ഫാൻസ് ഡിസേർവ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും തന്നെ നമുക്കിനി ഈ ഒരു സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ എൻഡിങ്ങിനെ പറ്റിയിട്ട് നോക്കാം. അപ്പം അതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് പ്ലോട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ കമാല ഖാനും അതുപോലെ തന്നെ നെമോറിനും ഒക്കെ ശേഷം നമ്മുടെ മെയിൻ MCയിലേക്ക് ഒരു മ്യൂട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ ജീൻ ഗ്രേ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു മൂവിക്കകത്ത് നമ്മുടെ ജീൻ ഗ്രേയുടെ ആ ഒരു ഒറിജിനോ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഈ ഒരു മൂവിക്കകത്താണെങ്കിൽ മ്യൂട്ടൻസ് അതുപോലെ തന്നെ എക്സ്മെൻ എന്ന് പറയുന്ന കാര്യങ്ങൾ, ആ ഒരു വാക്കുകൾ തന്നെ ഉപയോഗിച്ചിട്ടില്ല എന്ന് നമുക്ക് എടുത്ത് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ മേ ബി ഈ ഒരു റൈറ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇനി നമ്മുടെ ഡിസ്നിക്കാർക്ക് ഈ ഒരു വേർഡ്സും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ടൊരു ഡൗട്ടും എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ ഒരു മൂവിക്കകത്ത് നമ്മുടെ ജീൻ ഗ്രേയുടെ പവേഴ്സും കാര്യങ്ങളും കാണിക്കുമ്പോൾ അതിൽ ടെലിപതി അതുപോലെ തന്നെ മൈൻഡ് കൺട്രോൾ മാത്രമല്ല ഉള്ളത്, അതിനോടൊപ്പം തന്നെ റിയാലിറ്റി മാനിപ്പുലേഷനും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ റിയാലിറ്റി മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് കിട്ടിയിട്ടുള്ള ഈ ഒരു പവർ ജീൻ ഗ്രേക്കും അതുപോലെ തന്നെ ജീൻ ഗ്രേയുടെ സിസ്റ്ററിനും ജനിച്ചപ്പോൾ തൊട്ട് കിട്ടിയിട്ടുള്ള ഒരു പവറാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മ്യൂട്ടൻസ് എങ്ങനെ MCUയിലേക്ക് വന്നു എന്നുള്ളൊരു കാര്യത്തെ പറ്റിയിട്ടൊരു കൃത്യമായിട്ടുള്ളൊരു ഡീറ്റെയിൽസോ അഥവാ ഒരു എക്സ്പ്ലനേഷനോ കാര്യങ്ങളൊന്നും തന്നെ മാർവലിന് ഇതുവരെയായിട്ടും തരാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പം അതിന് ഒട്ടനവധി ഏതെങ്കിലും റീസൺസ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ മെയിൻലി എനിക്ക് പേഴ്സണലി തോന്നുന്നത്, ആ ഒരു ഹൾക്കിൻ്റെ ആ ഒരു സ്നാപ്പും കാര്യങ്ങളും കൊണ്ടുണ്ടായ റേഡിയേഷനും കൊണ്ടോ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ചിലപ്പോൾ ആവാനായിട്ട് സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ മറ്റൊരു റീസൺ, അവർക്ക് റീസൺ കിട്ടാൻ വലിയ പാടൊന്നുമില്ല. അപ്പോൾ അതുപോലെ തന്നെ ജീൻ ഗ്രേനെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ ഒരു മൂവിക്കകത്ത് കുറച്ച് ഡാർക്കായിട്ടാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് കുറച്ച് മർഡറസ് ആയിട്ട് മൈൻഡ് വരുന്നൊരു ജീൻ ഗ്രേയുടെ ക്യാരക്ടറായിട്ടാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സിൻഡേനെ ആണെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിൻ്റെ മണ്ടയിൽ നിന്ന്, അഥവാ MJയുടെ ക്യാരക്ടർ MJ ആണെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിൻ്റെ മണ്ടയിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട് കൊല്ലാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരാളുടെ ഒരു കിളവൻ്റെ മൈൻഡ് കൺട്രോൾ ചെയ്തിട്ട് അയാളെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലുകയൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനത്തുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ജീൻ ഗ്രേയുടെ ക്യാരക്ടറിലാണെങ്കിൽ ഈ ഫീനിക്സ് ഫോഴ്സ് ആണെങ്കിൽ ഓൾറെഡി ഇൻഹാബിറ്റ് ആയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ചിലപ്പോൾ ഒരു ക്ലൂ ആയിട്ട് നൽകിയതാവാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പം മേ ബി ഐ ആം റോങ് ഓർ മേ ബി ഐ കുഡ് ബി റൈറ്റ്. പിന്നീട് നമ്മൾ എൻഡിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ, ജീൻ ഗ്രേ ആണെങ്കിൽ ബസ് ഇരുന്ന് എങ്ങോട്ടേക്കോ പോകുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പം മേ ബി അത് നമ്മുടെ സേവിയേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ആവാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കുഡ് ബി മാർവലാണ്, ചിലപ്പോൾ നടത്തും ചിലപ്പോൾ നടത്തില്ല, കണ്ടറിയാം. പിന്നീട് എൻഡിങ്ങിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, അവിടെ നമ്മുടെ പീറ്റർ ലാസ്റ്റ് എൻഡപ്പ് ആവുന്നത് MJ ഇല്ലാതെ തന്നെയാണ്. MJ തിരിച്ച് കിട്ടുന്നില്ല പീറ്ററിന്. കാരണം MJ പറഞ്ഞു ഐ ഡോണ്ട് ലവ് യു എന്നുള്ള കാര്യം. അപ്പോൾ അതിനെക്കാട്ടി കുറച്ച് നമുക്ക് ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു നമ്മുടെ നെഡിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ പീറ്ററിൻ്റെ ഒരു റീയൂണിയൻ, അവരുടെ ആ ഒരു ഐക്കോണിക് ഹാൻഡ് ഷേക്ക്. ആ ഒരു കാര്യം സത്യം പറഞ്ഞാൽ ഫാൻസിന് നല്ല രീതിക്ക് എന്താ പറയുക, ഒരു ഹാപ്പിനെസ് തന്നെ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് പേഴ്സണലി പറയാനായിട്ട് സാധിക്കും. അപ്പോൾ പിന്നീട് നമ്മൾ പോസ്റ്റ് ക്രെഡിറ്റ് സീനിലേക്ക് നോക്കുകയാണെങ്കിൽ, ഒറ്റ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ മാത്രമേ നമുക്കവിടെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്, നമ്മുടെ നെഡിൻ്റെ ആ ഒരു സ്പൈഡർമാനെ ട്രാക്ക് ചെയ്യുന്ന ആ ഒരു ഡിവൈസ് ആണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഡിവൈസ് ആണെങ്കിൽ ഈ ഒരു മൂവിയിൽ ഉടനീളം നമ്മുടെ നെഡ് ചില സീനുകളിലൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം സ്പൈഡർമാൻ്റെ ആ ഒരു എക്സാക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയാൻ സാധിക്കുന്ന ഒരു ഡിവൈസ് തന്നെയാണ് ഈ നെഡ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ട്രാക്കറിലേക്ക് നമ്മൾ സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ, അവിടെ നമുക്ക് ക്വീൻസിൻ്റെ ഒരു ബ്ലോക്കിലാണെങ്കിൽ ഒരു പിന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ മേളിലായിട്ട് ന്യൂ സ്പൈഡർമാൻ സൈറ്റിംഗ് ലൊക്കേഷൻ അൺനോൺ എന്നും കൊടുത്തേക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു ട്രാക്കർ ആണെങ്കിൽ സൂം ഔട്ട് ആയിട്ട് മറ്റൊരു ലൊക്കേഷനിലേക്ക് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്.
അപ്പോൾ അവിടെ നമ്മുടെ എർത്തിനെ മറികടന്ന് പിന്നെ മൂണിനെ മറികടന്ന് പിന്നീടാണെങ്കിൽ ആ ഒരു ട്രാക്കറിലേക്കാണെങ്കിൽ ഒരു റെഡ് കളർ ഗ്ലിച്ച് വരികയും പിന്നെ അതിനുശേഷം ഒരു മൾട്ടി കളേർഡ് ഗ്ലിച്ച് വരികയും പിന്നീടാണെങ്കിൽ നമുക്ക് പുതിയൊരു പിന്നാണ് കാണാൻ സാധിക്കുന്നത്. അതാണെങ്കിൽ കുറച്ച് സ്റ്റാറുകളുടെ ഇടയ്ക്കാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ആ ഒരു ആപ്പിൻ്റെ മേളിലാണെങ്കിൽ ലൊക്കേഷൻ ഫൗണ്ട് എന്നും നമുക്ക് എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആ ഡിവൈസ് വിളിച്ച് പറയുന്നുണ്ട് ലൊക്കേഷൻ ഫൗണ്ട് എന്നും ഉള്ള കാര്യം നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഡിവൈസ് ആണെങ്കിൽ നല്ല രീതിക്ക് ബീപ്പ് ബീപ്പ് ചെയ്യുന്നത് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നീട് ലാസ്റ്റ് ഫൈനലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്പൈഡർമാൻ വിൽ റിട്ടേൺ എന്ന് എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കണ്ടതിന് ശേഷം എനിക്ക് കുറച്ചധികം തന്നെ എക്സ്പ്ലനേഷൻ തന്നെയാണ് മൈൻഡിൽ വരുന്നത്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി നമ്മുടെ ടോം ഹോളൻ്റെ സ്പൈഡർമാൻ അഥവാ നമ്മുടെ MCUവിൻ്റെ മെയിൻ സ്പൈഡർമാൻ ആണെങ്കിൽ അപ്ഡേറ്റ് ആയേക്കാം. അതായത് നമ്മുടെ ഡൂമിൻ്റെ എന്തെങ്കിലും മാജിക് പവേഴ്സ് എന്തെങ്കിലും കൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മുടെ സ്പൈഡർമാൻ അപ്ഡേറ്റ് ആയി നമ്മുടെ ഡൂം ചിലപ്പോൾ നമ്മുടെ സ്പൈഡർമാനെ കൊണ്ട് ചിലപ്പോൾ നമ്മുടെ ബാറ്റിൽ വേൾഡിൽ കൊണ്ടിടാനായിട്ട് ഒരു ചാൻസ് ഉണ്ടെന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ നെറ്റിൻ്റെ ആ ട്രാക്കറിൻ്റെ അകത്താണെങ്കിൽ സ്പൈഡർമാൻ്റെ പാസ്റ്റ് ലൊക്കേഷനുകൾ കാണിക്കത്തില്ല. ആ കറണ്ട് ലൊക്കേഷൻ അഥവാ ലൈവ് ലൊക്കേഷനാണ് നമ്മുടെ ഈ സ്പൈഡർമാൻ്റെ ആ ഒരു ലൈവ് ലൊക്കേഷനാണ് നെറ്റിൻ്റെ ആ ഒരു ട്രാക്കറിൽ കാണിക്കുന്നത്. സോ അപ്പം നമ്മുടെ സ്പൈഡർമാൻ ആണെങ്കിൽ ലൈവായിട്ട് നമ്മുടെ ഒരു ക്വീൻസിൻ്റെ ആ ഒരു ബ്ലോക്കിൽ നിന്ന ആ ഒരു സമയത്ത് ആദ്യത്തെ ആ ഒരു പിന്ന് നമ്മുടെ ക്വീൻസിൻ്റെ ആ ബ്ലോക്കിലായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പെട്ടെന്ന് തന്നെയാണ് ആ ഒരു പിൻ മാറി സ്റ്റാറുകളുടെ ഇടയ്ക്ക് മറ്റൊരു സ്ഥലത്ത് കൊണ്ട് അഥവാ സ്പേസിൽ എവിടെയോ മറ്റൊരു ഗ്രഹത്തിൽ ഇരിക്കുന്ന രീതിയിലായിട്ടാണ് നമുക്ക് പിന്നീട് കാണാൻ സാധിച്ചിട്ടുള്ളത്. മേ ബി അത് ബാറ്റിൽ വേർഡ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മുടെ ഡൂം നമ്മുടെ സ്പൈഡർമാനെ കൊണ്ട് ബാറ്റിൽ വേർഡിൽ ഇട്ടതാവാനും ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ ഫസ്റ്റ് തിയറി ആയിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇത് ശരിയാണെങ്കിൽ ഈ ഒരു തിയറി ശരിയാണെങ്കിൽ അത് നമുക്ക് ഡൂംസ്ഡേയുടെ എൻഡിങ്ങിലോ അഥവാ സീക്രട്ട് വാർസിലോ നമുക്ക് കാണാനായിട്ട് സാധിച്ചേക്കാം. അപ്പോൾ അടുത്ത തിയറി നമ്മൾ നോക്കുകയാണെങ്കിൽ അത് നമ്മൾ സ്പൈഡർ വേഴ്സുമായിട്ടാണ് കണക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ആക്ച്വലി നമ്മൾ ആ ഒരു നെറ്റിൻ്റെ ട്രാക്കറിലേക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്താണെങ്കിൽ നമുക്കൊരു റെഡ് കളേർഡ് ആയിട്ടുള്ള ഒരു ഗ്ലിച്ചും അതുപോലെ തന്നെ മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഒരു ഗ്ലിച്ചും കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഈ ഗ്ലിച്ച് ആയിട്ട് റിലേറ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ള നമ്മുടെ അക്രോസ് ദ സ്പൈഡർവേഴ്സ് മൂവിയിലാണ്. അപ്പം നമ്മുടെ സ്പൈഡർമാൻമാരാണെങ്കിൽ വേറെ യൂണിവേഴ്സിലേക്ക് പോകുമ്പോൾ അവർ ഗ്ലിച്ച് ആവുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഏതെങ്കിലും ഒരു ഈ അക്രോസ് ദ സ്പൈഡർവേഴ്സ് അഥവാ ഈ ആനിമേറ്റഡ് യൂണിവേഴ്സിൽ നിന്ന് ഏതെങ്കിലും ഒരു സ്പൈഡർമാൻ നമ്മുടെ മെയിൻ യൂണിവേഴ്സിലേക്ക് വന്നതാവാം. അങ്ങനത്തുള്ള കാര്യമായിരിക്കും നമുക്ക് ചിലപ്പോൾ കാണാനായിട്ട് പറ്റിയത്. അതുകൊണ്ട് ഗ്ലിച്ച് ആവുന്ന രീതിയിലായിട്ടുള്ള ഒരു എഫക്റ്റും കാര്യങ്ങളും ആയിരിക്കും ഒരു ട്രാക്കറിൽ വന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അപ്പം മറ്റൊരു കാര്യം കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്രാൻഡ് ന്യൂ ഡേ എന്ന് പറയുന്ന ഈ ഒരു മൂവി ആണെങ്കിൽ സോണി ഇറക്കിയിട്ടുള്ള സോണിയുടെ പടമാണ്. അപ്പം അവരുടെ തന്നെ ആ ഒരു ഫ്രാഞ്ചൈസാണ് അക്രോസ് ദ സ്പൈഡർവേഴ്സിൻ്റെ ആ ഒരു ഫ്രാഞ്ചൈസ്. അപ്പോൾ അവരിപ്പം ഇനി ബിയോണ്ട് ദ സ്പൈഡർവേഴ്സ് വരാൻ പോകുന്നത് 2027. അപ്പോൾ അതിലേക്കുള്ളൊരു ലീഡ് കൊടുത്തേ ആവാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഫൈനലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു നെഡിൻ്റെ ട്രാക്കറാണെങ്കിൽ മറ്റൊരു സ്പൈഡർമാനെ മറ്റൊരു യൂണിവേഴ്സിലെ മറ്റൊരു സ്പൈഡർമാനെ ട്രാക്ക് ചെയ്തിട്ടുള്ളതാവാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി എനിക്ക് തോന്നുന്നത് അത് നമ്മുടെ മറ്റാരും തന്നെയില്ല നമ്മുടെ ടോബി മഗ്വയറിന് സ്പൈഡർമാൻ ആവാനായിട്ടാണ് ചാൻസ് കൂടുതലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മുന്നേ നോക്കുകയാണെങ്കിൽ നമ്മുടെ നെഡാണെങ്കിൽ നോവേ ഹോമിൽ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ സ്ലിംഗ് റിംഗ് ഉപയോഗിച്ച് ഈസി ആയിട്ട് പോർട്ടലും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 2 തവണ രണ്ട് പീറ്റർ പാർക്കർമാരെ കണ്ടുപിടിച്ചു എന്നുള്ളൊരു കാര്യം നമുക്ക് നോവേ ഹോം കണ്ടവർക്ക് മനസ്സിലായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നെഡിൻ്റെ ഫാമിലിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് ഈ സോർസറി പവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് നമുക്ക് നെഡ് പറഞ്ഞതായിട്ട് നമുക്ക് നോവേ ഹോമിലൂടെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ നെഡിൻ്റെ ആ ഒരു ട്രാക്കറിന് ഇനി എന്തെങ്കിലും തരത്തിലുള്ളൊരു എബിലിറ്റി ഉണ്ടോ എന്നുള്ളൊരു കാര്യം ആണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അപ്പോൾ അതായത് മറ്റൊരു യൂണിവേഴ്സിലെ മറ്റൊരു സ്പൈഡർമാനെ കൂടി ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ട്രാക്കർ ആണെങ്കിൽ അത് കുറച്ചുകൂടെ പൊളിയായിരിക്കും എന്ന് തന്നെയാണ് പറയാനായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു തിയറിയാണ് എനിക്ക് കുറച്ചുകൂടെ പോസിബിൾ എന്നാണ് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന മൂവിയുടെ എൻഡിങ് അതുപോലെ തന്നെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിനെ പറ്റിയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ബ്രേക്ക് ഡൗണും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം തന്നെ കറക്റ്റായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മറക്കാൻ കമൻറ്റിൽ ചോദിക്കുക. അപ്പം ഇനി എന്തായാലും നെക്സ്റ്റ് നമ്മുടെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ തന്നെയാണ്. അപ്പോൾ എന്തായാലും നല്ല രീതിക്ക് ഹൈപ്ഡ് തന്നെയാണ്, നല്ല പ്രതീക്ഷയുണ്ട്. അപ്പോൾ ആ പ്രതീക്ഷ എല്ലാം മാർവൽ എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ തരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്.